Welcome to Bisbal Learning. So, ഇന്ന് നമ്മൾ തേർഡ് പാർട്ട് ഓഫ് തിയറി ഓഫ് ഫോംസ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ട്. തേർഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് പറഞ്ഞു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, റവന്യൂ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും there should be a demand and supply curve. അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണെന്നറിയാം. ഈ ഒരു കേർവ്സിനകത്ത് നമ്മുടെ AR കർവിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ആവറേജ് റവന്യൂ കർവ് ആണ് ഫോംസിൻ്റെ എല്ലാം ഡിമാൻഡ് കർവ്. അപ്പോൾ ഇനി സപ്ലൈ കർവ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റണ്ണിൽ സപ്ലൈ കർവ് എന്താണെന്നുള്ളതും ആൻഡ് ഈ സപ്ലൈ കർവ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് സിനാരിയോയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റണ്ണിൽ. അപ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം. ഓക്കെ, അപ്പോൾ ഫോമിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം സപ്ലൈ കർവും ഡിമാൻഡ് കർവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താ, AR കർവ്, ആവറേജ് റവന്യൂ കർവ് ആണ് ഓൾവേസ് ഡിമാൻഡ് കർവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം അറിയുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യണത് വെൻ സപ്ലൈ കർവ് ആൻഡ് ഡിമാൻഡ് കർവ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഈ ഫോംസിന്റെ കാര്യത്തിൽ നമ്മൾ SH ഇതാണ് സപ്ലൈ കർവ് നമ്മൾ എഴുതുമ്പോഴേക്കും സപ്ലൈ കർവ് SSDD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ്. അതായത് സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മാർജിനൽ കോസ്റ്റിനെയാണ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞ് പറയുന്നത്. അതേപോലെ AR കർവ് എന്താണ്, നമ്മുടെ ഡിമാൻഡ് കർവ് ആണ് AR കർവ്. അപ്പോൾ ഈ AR കർവും MC കർവും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് അതല്ലേ, MC ഈക്വൽ ടു AR അല്ലേ. MC എന്ന് പറയുന്നത് സപ്ലൈ കർവും ER എന്ന് പറയുന്നത് ഡിമാൻഡ് കർവും ആണ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, MC ഷുഡ് കട്ട് AR ഫ്രം ബിലോ. അതായത് ഈ സപ്ലൈയും ഡിമാൻഡ് കർവിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഷോർട്ട് റൺ നോക്കുവാണെങ്കിൽ എ ഫോംസ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഇസ് ദി റൈസിംഗ് പാർട്ട് ഓഫ് SMC കർവ് ഫ്രം ആൻഡ് അബവ് ദി മിനിമം ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതായത് നമുക്കറിയാം, നമുക്കിപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഷോർട്ട് റണ്ണിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേക്കും ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ MC കർവ് വരയ്ക്കുമ്പോഴേക്കും MC കർവിന്റെ റൈസിംഗ് പോർഷൻ മാത്രമാണ് സപ്ലൈ കർവ്. MC കർവ് SH അല്ല സപ്ലൈ കർവ് ആയിട്ട് വരുന്നത്, MC കർവിന്റെ റൈസിംഗ് പോർഷൻ. അതും റൈസിംഗ് പോർഷൻ എവിടെ തൊട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഈ ABCയുടെ മിനിമം പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആ പോർഷൻ തൊട്ടിട്ട് അങ്ങോട്ടുള്ള റൈസിങ്ങിനെയാണ് സപ്ലൈ കർവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ കോസ്റ്റ് കർവ് പഠിച്ചപ്പോഴേക്കും നമുക്ക് ABCയും ഉണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെയും എല്ലാം യു ഷേപ്പാണ്. അപ്പോൾ അത് താഴത്തോട്ട് പോയിട്ട്, അതായത് അത് ഫോളിങ് ഡൗൺവേർഡ് ആയിട്ട് അതിന് മിനിമം പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടാണ് അത് പിന്നെ റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ മിനിമം പോയിന്റിൽ നിന്നാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യുന്നത്. ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ നിന്നും അതേപോലെ തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് MC കർവ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ റൈസിംഗ് പോർഷനെയാണ് നമ്മൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, റൈസിംഗ് പാർട്ട് ഓഫ് SMC കർവ് ഫ്രം ആൻഡ് അബവ് ദി മിനിമം ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമത്തിൽ നിന്ന് റൈസ് ചെയ്യുന്ന പോർഷനാണ് മാർജിനൽ പോർഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് കർവിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ്. നമ്മളിവിടെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ABCയും ഉണ്ട്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ABCയുടെ ഏറ്റവും മിനിമത്തിൽ നിന്ന് റൈസ് ചെയ്യുന്ന, മിനിമത്തിനെ കട്ട് ചെയ്യുവാണ് അല്ലെ, ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ നിന്നാണ് MC കർവ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു പോർഷനാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സപ്ലൈ കർവ് ഇൻ ദി ഷോർട്ട് റൺ. നൗ നെക്സ്റ്റ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം. അതും എന്താണ്, ഫോംസ് ലോങ് റൺ സപ്ലൈ കർവ് ഇസ് എ റൈസിംഗ് പാർട്ട് ഓഫ് LRMC കർവ് ഫ്രം ആൻഡ് അബവ് ദി മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു നെയിമിങ്ങിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മറ്റേനകത്ത് നമ്മൾ ഷോർട്ട് റൺ
ആവറേജ് കോസ്റ്റ്, ലോങ് റൺ, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് എഴുതുന്ന സ്ഥാനത്ത് ഇവിടെ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയും എന്താണ്, നമ്മുടെ ആവറേജ് കോസ്റ്റിന്റെ ഏറ്റവും മിനിമം പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യാണ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് മിനിമം പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു റൈസിങ് പോർഷനെയാണ് നമ്മളിവിടെ എന്താണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്, ലോങ് റണ്ണിലെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ബോൾഡ് ലൈൻ, അതായത് ഈ ഒരു കർവിന്റെ ഈ ഒരു ഡാർക്കർ പോർഷൻ, അതായത് ഈ ഒരു പോയിന്റ്, അതായത് LRACനെ കട്ട് ചെയ്തിട്ടുള്ള അബവ് പോയിന്റിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റയർ പോർഷൻ അല്ല, നമുക്കറിയാം സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്, റൈസിങ് കർവ് ആണ്, അപ്വേർഡ് മൂവിങ് ആണ്. ഇവിടെ താഴത്തോട്ടുള്ള പോർഷൻ എന്താണ്, ഡൗൺവേർഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോർഷനെ സപ്ലൈ കർവ് ആയിട്ട് മാർക്ക് ചെയ്യാത്തത്. ആ ഒരു അപ്വേർഡ് പോർഷൻ മാത്രമാണ് സപ്ലൈ കർവ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ ആണ് എന്താണ് AR കർവ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടുന്നത്. ഇതാണ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫോം. അപ്പൊ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ നെയിമിങ്ങിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നെയിം ചെയ്യുമ്പോഴേക്കും LR എന്ന് പറഞ്ഞിട്ടും മറ്റേതിനകത്ത് SR എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്കിനി ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് കുറച്ച് ടേംസ് ഉണ്ട്. ഷട്ട് ഡൗൺ പോയിന്റ്, നോർമൽ പ്രോഫിറ്റ്, ബ്രേക്ക് ഇൻ പോയിന്റ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഷോർട്ട് റണ്ണില് ഫോർ എ ഫോം ടു കണ്ടിന്യൂ ഇൻ പ്രൊഡക്ഷൻ, ആ ഒരു ഫോം ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ്, ആ ഒരു ഫോമിന് ഒരു മിനിമം പ്രൈസ് കിട്ടണം. ഇറ്റ് ഷുഡ് ഗെറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് AVC, ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഈക്വൽ ടു ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടിയാൽ മാത്രമേ ഫേംസ് കണ്ടിന്യൂ പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ. അതല്ല AVC ആണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുതലും പ്രൈസ് കുറവുമാണെങ്കിൽ എന്താ പറയാ, ഫേംസ് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യൂല. ഓക്കെ, അപ്പൊ ആ ഒരു മിനിമം പോയിന്റ് ആണ് അവിടെ വേണ്ടത്. ദിസ് ഇസ് എ പോയിന്റ് വെർ SMC കട്ട്സ് AVC, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് AVCനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എ ഫോം ഇൻ ദി ഷോർട്ട് റൺ. അതായത് AVC കർവിന്റെ മിനിമം, ഏറ്റവും മിനിമം പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മിനിമം ഓഫ് AVC, അതായത് AVC കർവ് എന്താണ് നമുക്കറിയാം, ഒരു യു ഷേപ്പ് ആണ്. അപ്പൊ ആ യു ഷേപ്പിൽ നിന്ന് അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഫോൾ ചെയ്യുന്നുണ്ട്, ഫോൾ ചെയ്ത് ഏറ്റവും മിനിമത്തിൽ എത്തിയിട്ട് പിന്നെ അത് റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഏറ്റവും മിനിമം പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്നാണ്. അതായത് ആ മിനിമം പോയിന്റിൽ എന്താണ്, SMC കട്ട് ചെയ്യുന്നുണ്ട്, SMC കർവ് കട്ട് ചെയ്യുന്നുണ്ട് AVC കർവിനെ, അതിനെയാണ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ലോങ് റണ്ണില് മിനിമം പോയിന്റ് ഓഫ് LRAC വിൽ ബി ദി ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, ലോങ് റണ്ണിൽ എന്താണ്, ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഷോർട്ട് റണ്ണില് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം, മിനിമം പോയിന്റ് AVC കർവിന്റെ മിനിമം പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, the minimum level of profit that is needed to keep a firm in the existing business is defined as normal profit. Minimum level of profit, അതായത് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ്, അതായത് ലോസും അല്ല സൂപ്പർ നോർമൽ പ്രോഫിറ്റും അല്ല, ഒരു മിനിമം, അതായത് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് ഇസ് നീഡഡ്. അതിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന്. അതായത് കമ്പനി അടച്ചു പൂട്ടാൻ പാടില്ല, ഷട്ട് ഡൗൺ ചെയ്യാണ്ട് ഒരു മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് വേണം. അതിനെയാണ് മിനിമം നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ദാറ്റ് എ ഫേം ഏൺസ് ഓവർ ആൻഡ് അബവ് ദി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിന്റെ മേലെയായിട്ട് അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ഇൻകം കിട്ടുവാണ് അല്ലെങ്കിൽ ഒരു റവന്യൂ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് as സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് സെഷനിലുള്ള ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അതായത് ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന്
നമ്മുടെ AVC കർവ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴേക്കുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബിലോ ആയിട്ടാണെങ്കിൽ അതിനെ സൂപ്പർ നോർമൽ പ്രോഫിറ്റും എബോവ് ആയിട്ടാണെങ്കിൽ നോർമൽ പ്രോഫിറ്റും എക്സാക്ട് അറ്റ് ദ പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ആണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പൊ നോർമൽ പ്രോഫിറ്റിന്റെ പ്രത്യേകത എന്താണ്? AC ഈക്വൽ ടു MC കർവും MR കർവും ഈക്വൽ ആയിരിക്കും, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. MC കർവ് AR കർവിനെ അല്ലെങ്കിൽ MR കർവിനെ താഴെ നിന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അതേപോലെ തന്നെ AC കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താ പറയാ ഈ കർവ് ആയിട്ട്, അതായത് MC കർവും MR കർവ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അത് എബോവോ ബിലോ ആയിരിക്കത്തില്ല, എക്സാക്ട്ലി ആ ഒരു കട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെയായിരിക്കും AC കർവും വന്ന് നിൽക്കുന്നത്. അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? AVC കർവ് ബിലോ ആയിരിക്കും, നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈനിന്റെ താഴെയായിട്ടായിരിക്കും വേരിയബിൾ കോസ്റ്റ്. അപ്പൊ അവിടെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ലോസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു AVC കർവ് അബവ് ദി പ്രൈസ് ലൈൻ ആയിരിക്കും, അപ്പോഴാണ് ലോസ് കിട്ടുന്നത്. ഇതാണ് നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് വൺ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. അതായത് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഇത് നമുക്ക് എന്താ പറയാ, നമ്മൾ ചെലവാക്കി നമ്മൾ എക്സ്പെൻഡിച്ചർ എത്രയാണോ അത്രയും തന്നെ നമുക്ക് റവന്യൂ കിട്ടുന്നത്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടണതെല്ലാം നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ദ പോയിന്റ് ഓൺ ദി സപ്ലൈ കർവ് അറ്റ് വിച്ച് firm earn normal profit is called break even point of the firm. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കർവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ്. അതായത് ഫേംസ് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് ഏതാണോ അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിനുശേഷം പിന്നെ കിട്ടാൻ തുടങ്ങുന്നത് എന്താണ്? ബ്രേക്ക് ഈവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ എല്ലാം നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് മാറും. അപ്പൊ the point of minimum average cost at which supply curve cuts the LRAC curve in the short run is SAVC is therefore the break even point of the firm. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം പോയിന്റ് കട്ട് ചെയ്യുന്ന ഏരിയ, അതായത് സപ്ലൈ കർവ് എപ്പോഴാണോ AC കർവിന്റെ മിനിമം പോയിന്റ് കട്ട് ചെയ്യുന്നത് അവിടെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുന്നത്. Okay, the point of minimum average cost at which supply curve cuts long run average cost is therefore the break even point. Okay, short run ആവുമ്പോഴേക്കും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കട്ട് ചെയ്യുന്ന പോയിന്റ്, ലോങ് റൺ ആവുമ്പോഴേക്കും ലോങ് റൺ ആവറേജ് കോസ്റ്റ് കട്ട് ചെയ്യുന്ന പോയിന്റ്, ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് അബവ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കിട്ടുന്നത് എന്താണ്? ഇപ്പൊ അത് താഴേന്നാണ് അല്ലെങ്കിൽ പ്രൈസ് ലെവലിനേക്കാൾ താഴെയായിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്, അതായത് ഒരു മിനിമം നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. നോർമൽ ആയിട്ട്, അതായത് ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ചെലവ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് തരാത്തത്. നിങ്ങൾക്ക് ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രം ക്ലിയർ ചെയ്ത് മതി. നോർമൽ പ്രോഫിറ്റ് എന്താണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താണ്, അതേപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്, ഷട്ട് ഡൗൺ പോയിന്റ്, ഈ 4 ടേംസും എന്താണെന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് കംസ് സപ്ലൈ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. എന്താണ് സപ്ലൈ? സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ടു സെൽ ഇൻ എ മാർക്കറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് സെൽ ചെയ്യാനായിട്ട് ഓഫർ ചെയ്യണം. ഒരു പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് സെൽ ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സെൽ ചെയ്യുകയാണ്, അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെൽ ചെയ്യുകയാണ് അറ്റ് എ ഗിവൺ പ്രൈസ്, അതേപോലെ തന്നെ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ certain goods and certain quantity of goods and services മാർക്കറ്റിൽ കൊണ്ടുവരുവാണ് സെൽ ചെയ്യാനായിട്ട്. അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ സപ്ലൈയുടെ പ്രത്യേകത എന്താണ്? അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതായത് ക്വാണ്ടിറ്റി കൂടുന്നതിന് പ്രൈസ് ഓഫ് ദി ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഈ ഷെഡ്യൂൾ എന്താ കാണിക്കുന്നത്? വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് that will be offered for sale by sellers in a market at various price.
അതായത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി 1 ആണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് 100 ആണ്. പ്രൈസ് 2 ആവുമ്പോഴേക്കും ക്വാണ്ടിറ്റി സപ്ലൈഡ് 200 ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് 3 ആവുമ്പോഴേക്കും ക്വാണ്ടിറ്റി സപ്ലൈഡ് 300 ആണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓൾസോ ഇൻക്രീസസ് അല്ലേ? അതല്ലെങ്കിൽ പ്രൈസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസും കുറയും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെ. ഇപ്പോൾ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ളത്. നേരെ മറിച്ച് ഡിമാൻഡിന്റെ കേസിൽ എന്തായിരുന്നു? ഒരു നെഗറ്റീവ് റിലേഷൻ ആയിരുന്നു ഇല്ലേ? ഓർക്കുന്നില്ലേ? അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കുറയുക ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്താണ്? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുകയാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുകയാണ്. പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുകയാണ്. അപ്പോൾ രണ്ടും മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. നേരെ മറിച്ച് ഡിമാൻഡിന്റെ കേസിൽ എന്തായിരുന്നു? നമുക്കൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ. പ്രൈസ് കൂടുവാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ്. പ്രൈസ് കുറയുവാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡിന്റെ കേസിലുള്ളത്. ഓക്കെ, നമുക്ക് ഷെഡ്യൂൾ കർവും കൂടി നോക്കാം. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സപ്ലൈ ഷെഡ്യൂളിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേബിൾ ആണ്. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷോസ് ദി ടേബിൾ റെപ്രസെന്റിങ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്ട്സിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു ടാബുലർ റെപ്രസെന്റേഷൻ ആണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സപ്ലൈ കർവ് എന്ന് പറയുന്നത് ആ ഒരു ടാബുലർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സപ്ലൈ ഷെഡ്യൂളിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് വൈ ആക്സിസിൽ പ്രൈസ്. അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുകയാണ്, അതായത് 50 നിന്ന് 100 ആവുന്നു, അതിനനുസരിച്ച് പ്രൈസും ഇൻക്രീസിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് സപ്ലൈ കർവ് കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേക്കുന്ന കർവ്സ് അല്ലേ, ഇപ്പൊ എം സി കർവിന്റെ അപ്വേർഡ് പോർഷൻ ആണ് സപ്ലൈ കർവ് ആയിട്ട് വന്നത് അല്ലേ? സപ്ലൈ കർവ് ഓഫ് എന്താണ്? ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ദി ഫോം അല്ലെങ്കിൽ ലോങ് റൺ സപ്ലൈ ഓഫ് ദി കർവ് ഓഫ് ദി ഫോം, ഇതെല്ലാം നമ്മൾ എന്താ പറഞ്ഞത്? അപ്വേർഡ് പോർഷൻ ആണ്. അതായത് ആ ഒരു എന്താ പറയാ, ആവറേജ് കോസ്റ്റിന്റെ മിനിമം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് സപ്ലൈ കർവ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി സപ്ലൈ കർവ് എന്താണ്? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലോ ഓഫ് സപ്ലൈ നോക്കുവാണെങ്കിൽ other things remaining unchanged, the quantity of a commodity supplied varies directly with its price. It indicates the direct relationship between price of the commodity and its quantity supplied. Other things remaining same എന്താണ്? സിട്രസ് പാരിബസ് എന്നുള്ളൊരു assumption. അതായത് other things remaining same എന്ന് പറയുമ്പോഴേക്കും ബാക്കി കുറേ ഡിറ്റർമിനൻസ് ഉണ്ട്, സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന കുറേ ഡിറ്റർമിനൻസ് ഉണ്ട്. അപ്പൊ ആ ഡിറ്റർമിനൻസ് എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താ? ആകെ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി സപ്ലൈഡും അതേപോലെ തന്നെ അതിന്റെ പ്രൈസും എന്താണ്? ഡയറക്ട്ലി വേരി ചെയ്യുവാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും അതിനോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് മറ്റേതും ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പൊ അതാണ് other things remaining same അല്ലെങ്കിൽ unchanged, the quantity of commodity supplied varies directly with its price. And ഇതെന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റിയും ക്വാണ്ടിറ്റി സപ്ലൈഡ് നമ്മളൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ലോ സപ്ലൈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഡിമാൻഡിന്റെ ലോ എന്തായിരുന്നു? എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. എന്താണ്? മൂവ്സ് ഇൻ ടു ഡിഫറെന്റ് ഡയറക്ഷൻ. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും മറ്റേത് കുറയുക ചെയ്തത്. അപ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്. മറ്റേത് പോസിറ്റീവ് റിലേഷൻഷിപ്പും മറ്റേത് നെഗറ്റീവ് റിലേഷൻഷിപ്പും ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഇപ്പോൾ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോഴേക്കും എപ്പോഴും എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോഴാണ് നമുക്കൊരു ഇന്റർസെക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ് ഞാൻ പറഞ്ഞു. അതായത് സപ്ലൈ കർവിനെ എഫക്ട് ചെയ്യുന്ന ഒത്തിരി ഫാക്ടർ നമ്മൾ ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് പഠിച്ചായിരുന്നു. പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഇതെല്ലാം ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആണ്.
അപ്പൊ അതേപോലെ തന്നെ സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന കുറേ ഡിറ്റർമിനൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ലോ ഓഫ് സപ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്, ഈ ഡിറ്റർമിനൻസിനെ എല്ലാം നമ്മൾ അൺചേഞ്ച്ഡ് ആക്കി വെക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പ്രൈസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണ് ഫേംസിന്റെ സപ്ലൈ കർവ് ആണ് നമ്മൾ തിയറി ഓഫ് ഫോംസ് പറയുന്നത്. അപ്പൊ ഫേംസിന്റെ സപ്ലൈ കർവിന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സപ്ലൈ കർവ് ഫോം ഇസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് കർവിന് സംഭവിക്കുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എന്താ പറയാ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് കമ്പനീനെ അല്ലെങ്കിൽ ഫോമിനെ ബാധിക്കും. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് മാർജിനൽ കോസ്റ്റ് കർവ്, അതായത് മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സപ്ലൈ കർവ് ആണ്. അപ്പൊ അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഫെർദർ ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, എം സി കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി അവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, അവിടെ സപ്ലൈ കൂടുക എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കാരണം എന്താണ്, അവിടെ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ്. നമ്മൾ സെല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് വഴി എന്താണ്, അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ. ഒരു ടാക്സ്, ഒരു എക്സ്ട്രാ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അവിടെ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടും കൂടി ഇമ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ഇമ്പോസ്ഡ് ആവുമ്പോഴേക്കും അവിടെ ആ ഒരു കോസ്റ്റ്, ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കും, പെർ യൂണിറ്റ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ വീണ്ടും എന്ത് സംഭവിക്കും, സപ്ലൈ കർവിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡിലോട്ട് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്താ പറയാ, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, an increase in price of input increases cost of production. പ്രൈസ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്സ്, ഇപ്പൊ മേ ബി റോ മെറ്റീരിയൽസ് ആവാം, അതല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് ആവാം. അപ്പൊ ആ ഒരു ഇൻപുട്ടിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറയാ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. സപ്ലൈക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. Therefore, an increase in input price negatively affects supply of the firm. ഇൻപുട്ട് പ്രൈസും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും, അതേപോലെ തന്നെ യൂണിറ്റ് പ്രൈസും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. ഇത് രണ്ടും എങ്ങോട്ടുള്ള ഷിഫ്റ്റ് ലീഡ് ചെയ്യണത്, ലെഫ്റ്റ് വേർഡിലോട്ടാണ് ഷിഫ്റ്റ് ലീഡ് ചെയ്യണത്. നേരെ മറിച്ച് ടെക്നോളജിക്കൽ പ്രോഗ്രസ് മാത്രമാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റിലോട്ട് ഇൻക്രീസ് ചെയ്യണത്. അതായത് റൈറ്റ് വേർഡ് എം സി കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോഴേക്കും കൂടുതൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് പ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റിലോട്ട് വരുന്ന. നേരെ മറിച്ച് യൂണിറ്റ് പ്രൈസും യൂണിറ്റ് ടാക്സും അതേപോലെ തന്നെ ഇൻപുട്ട് പ്രൈസും എന്ത് സംഭവിക്കുന്നു, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അത് രണ്ടിന്റെയും ഇമ്പാക്റ്റ് ആയിട്ട് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുകയാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ബാക്കി ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ കേസിൽ എന്താണ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. ഇതാണ് ഡിറ്റർമിനൻസ്, സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് ഫേംസ് സപ്ലൈ കർവ്. ഇത് ഫേംസിന്റെ സപ്ലൈ കർവ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതല്ലാണ്ട് സാധാ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയിലാണ് എന്താ പറയാ, ഇൻകം ഓഫ് ദി കൺസ്യൂമറും അതെല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. ഇൻകം ഓഫ് ദി പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആസ്പെക്ട്സ്, അതെല്ലാം സാധാ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയുടെ കേസിൽ വരുന്നുണ്ട്. ഇത് ഫേംസിന്റെ സപ്ലൈ കർവിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്കിനി ഒരു സെഷനും കൂടി ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കൂടി ചെയ്ത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സെഷനും കൂടി ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവും, പാർട്ട് 4 കൂടി ഉണ്ടാവും. അപ്പോൾ അതോടെ നമുക്ക് ഈ തിയറി ഓഫ് ഇത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ നമുക്ക് 5th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.